ഹായ്. അപ്പോൾ നമ്മൾ എന്താണ് പ്രോമിസ് കോൾ ബാക്ക് എന്നുള്ള അസിൻക്രണസ് ഫംഗ്ഷനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിൽ ആദ്യം ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഈ കോൾ ബാക്കിൻ്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് എന്താണെന്നുള്ളത് അറിയാം. കാരണം എന്താ വെച്ചാൽ കോൾ ബാക്കിൽ നമ്മൾ പ്രോപ്പറായി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത്. പിന്നെ കോൾ ബാക്ക് ക്യൂവിലാണ് വരുന്നത്. കോൾ സ്റ്റാക്ക് നേരെ എന്ത് ചെയ്യും കോൾ ബാക്ക് ക്യൂവിൽ വരും. കോൾ ബാക്ക് ക്യൂവിൽ എന്ത് ചെയ്യും ചെക്ക് ചെയ്യും. അതായത് കോൾ ബാക്ക് ക്യൂവിൽ വരും. കോൾ ബാക്ക് ക്യൂവിന് ശേഷം സ്റ്റാക്കിൽ ഒന്നും ഡാറ്റ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യും ഈ പറഞ്ഞ കോൾ ബാക്ക് ക്യൂവിൽ എന്താണോ ഡാറ്റ ഉള്ളത് അത് എന്ത് ചെയ്യും പ്രിന്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പർ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രോമിസ് കുറിച്ചാണ്. കാരണം പ്രോമിസിലാണ് ഈ മൈക്രോ ടാസ്ക് ക്യൂ ഒക്കെ വരുന്നത്. അപ്പോൾ മൈക്രോ ടാസ്ക് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായി പഠിക്കണം. പക്ഷേ ഇതിനൊക്കെ തൊട്ട് മുമ്പ് നമ്മൾ വേറെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതായത് ഈ അസിൻക്രണസ് ഫംഗ്ഷനെ മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ ഇത് മൊത്തം കൈകാര്യം ചെയ്യുന്ന ഒരാളും കൂടി ഉണ്ട്. അവരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇവൻറ്റ് ലൂപ്പിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവൻറ്റ് ലൂപ്പ്? ഇവൻറ്റ് ലൂപ്പ് എന്ന് വെച്ചാൽ നോർമലി നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യും ജാവാസ്ക്രിപ്റ്റ് ബ്രൗസർ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ ഉപയോഗിക്കും. ഇപ്പോൾ ക്രോമിലാണെങ്കിൽ V8 എഞ്ചിൻ അങ്ങനെയുള്ള കുറേ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഓരോ എഞ്ചിനിലും ആരെ വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ ഇവൻറ്റ് ലൂപ്പാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അതായത് ഈ മൊത്തം എക്സിക്യൂഷൻ അതുപോലെ തന്നെ ഇവൻറ്റും പിന്നെ ഈ കോഡ് കളക്ഷൻസ് ഇതൊക്കെ ചെയ്ത് പിന്നെ അതുപോലെ ഇവൻറ്റ് പ്രോസസ്സിങ് ഇതൊക്കെ നടത്തുന്ന ആരാണ്? എക്സിക്യൂഷൻ ഒക്കെ നടത്തുന്നത് നമ്മൾ ഇവൻറ്റ് ലൂപ്പാണ്. അതായത് ഇവൻറ്റ് ലൂപ്പ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു കോഡ് ഒരു കോഡ് ഹ്യൂമൻ റീഡബിൾ ആയിട്ട് ഒരു കോഡ് ചെയ്ത് റൺ ചെയ്യുന്ന സമയത്ത് ജാവാസ്ക്രിപ്റ്റിന് എഞ്ചിനിൽ എത്തുന്ന മുതൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് വരെ ടോട്ടലി ഹാൻഡിൽ ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ഈ പറഞ്ഞ ഇവൻറ്റ് ലൂപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ ശരിക്കും ഒരു ഇവൻറ്റ് ലൂപ്പ് എന്ന് ഇപ്പം നിങ്ങൾക്ക് തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത് ഈ ഇവൻറ്റ് ലൂപ്പിൻ്റെ ഒരു ഡയഗ്രാം കാണാൻ പറ്റും. ഇങ്ങനെ ഒരു നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഇവൻറ്റ് ലൂപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കരുത് ഇതെന്തെങ്കിലും ഒരു ടൂളാണോ, അങ്ങനെയൊന്നുമല്ല. ഇതൊരു മെക്കാനിസമാണ്. ഇതൊരു ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ്റെ ഒരു മെക്കാനിസമാണ്. ഒരു കോഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ കോഡിനെ എവിടെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം, എവിടെയാണ് ഇടേണ്ടത്, അത് അസിൻക്രണസ് ആണോ സിൻക്രണസ് ആണോ എന്നുള്ള മൊത്തം കാൽക്കുലേഷനും പിന്നെ അതുപോലെ തന്നെ അതിനെന്ത് ചെയ്യുന്ന ഹാൻഡിൽ ചെയ്യുന്ന മൊത്തത്തിൽ ആരായിരിക്കും? ഈ പറഞ്ഞ ഇവൻറ്റ് ലൂപ്പ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ഇവൻറ്റ് ലൂപ്പ് എന്ന് വെച്ചാൽ ഒരു കോഡിനെ എക്സിക്യൂഷൻ ചെയ്യുന്ന മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഇവൻറ്റിൻ്റെ പ്രോസസ്സിങ്ങും പിന്നെ കളക്ഷനും ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. അതായത് ഒരു ക്യൂവിൽ ഇപ്പം നമ്മൾ കോൾ സ്റ്റാക്ക് ക്യൂ ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഒരു ഡാറ്റ അതിനെ മാനേജ് ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ആരാണ്? ഈ പറഞ്ഞ ഇവൻറ്റ് ലൂപ്പാണ്. ഈ ഇവൻറ്റ് ലൂപ്പിക്ക് എൻലെസ് ലൂപ്പ് എന്നും പേരുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വർക്കായിക്കൊണ്ടേയിരിക്കും. അതായത് കോൾ സ്റ്റാക്ക് എപ്പോഴാണോ എം ടി ആവുന്നത് അപ്പോൾ ഇത് വർക്ക് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതുവരെ വർക്ക് ആയിക്കൊണ്ടും എല്ലാം എം ടി ആണ്. ഇത് കോൾ സ്റ്റാക്ക് ചെക്ക് ചെയ്യും. കോൾ സ്റ്റാക്ക് ചെക്ക് ചെയ്ത് എം ടി ആണെങ്കിൽ നേരെ കോൾ ബാക്ക് ക്യൂ പോവും. കോൾ ബാക്ക് ക്യൂവിൽ എം ടി ആണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യും മീൻസ് റെസ്റ്റ് എടുക്കാൻ തുടങ്ങും. അതല്ലാത്ത കേസിൽ ഇത് എന്ത് ചെയ്യും വർക്ക് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കൊരു സിൻക്രണസ് ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ അസിൻക്രണസ് ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ അസിൻക്രണസ് ഫംഗ്ഷനും സിൻക്രണസ് ഫംഗ്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇത് ഓൾറെഡി നമ്മളെ ജാവാസ്ക്രിപ്റ്റ് എഞ്ചിനിൽ എത്തി നമ്മൾ പറഞ്ഞ ഈ എൻവയറമെൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ഇവൻറ്റ് ലൂപ്പ് എന്ത് ചെയ്യും ഈ പറഞ്ഞ സിൻക്രണസ് ഫംഗ്ഷൻ എടുക്കും, അത് നോക്കും ബ്ലോക്കിംഗ് ആണോ നോൺ ബ്ലോക്കിംഗ്. ബ്ലോക്കിംഗ് മീൻസ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണം. അതായത് ബ്ലോക്കിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു അസിൻക്രണസ് ഫംഗ്ഷൻ, അതായത് നമുക്ക് എന്ത് ചെയ്യണം ഒരു ഡാറ്റാബേസിൽ പോയിട്ട് കുറച്ച് ഡാറ്റ ഫെച്ച് ചെയ്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫയൽ റീഡ് ചെയ്യണം. അപ്പോൾ ഇവിടെയൊക്കെ ബ്ലോക്കിംഗ് ആണ്. അതായത് അടുത്തതിനെ ബ്ലോക്ക് ചെയ്യുന്ന കുറച്ച് ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ആണെന്ന് നോക്കിയിട്ട് അതല്ല അത് സിൻക്രണസ് ആണ് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ പറഞ്ഞ ഈ ഡാറ്റ എന്ത് ചെയ്യും നേരെ പോയിട്ട് കോൾ സ്റ്റാക്കിലിട്ട് കോൾ സ്റ്റാക്ക് നേരെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് നോർമലി ഒരു ജാവാസ്ക്രിപ്റ്റ് സിംഗിൾ ത്രെഡഡ് ആണ്. സിംഗിൾ ത്രെഡഡ് മൾട്ടി ത്രെഡ് ഇങ്ങനെ രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിംഗിൾ ത്രെഡ് വെച്ചാൽ ഒറ്റ ടൈം ഒറ്റ കോഡ് മാത്രം എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഈ മറ്റേതാണെങ്കിലോ മൾട്ടി ത്രെഡ് ആണെങ്കിൽ മൾട്ടിപ്പിൾ ടാസ്ക് എന്ത് ചെയ്യും എക്സിക്യൂട്ട് ചെയ്യാനുള്ള സമയം കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ മനസ്സിലായോ? മൾട്ടിപ്പിൾ ടൈമിൽ എന്ത് ചെയ്യും മൾട്ടി ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യും. മറ്റേത് സിംഗിൾ ത്രെഡെങ്കിൽ സിംഗിൾ ആയിട്ട് അതായത് ഒറ്റ ഒന്ന് തന്നെ സിംഗിൾ. ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കെ അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ജാവ പൈത്തൺ ഇങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് മൾട്ടി ത്രെഡഡ് ആണ്. മൾട്ടി ത്രെഡ് വെച്ചാൽ
മൾട്ടിപ്പിൾ ടാസ്ക് അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യും എക്സിക്യൂട്ട് ചെയ്യും. പക്ഷേ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ സിംഗിൾ ത്രെഡാണ്, അറ്റ് എ ടൈം ഒരു കോഡ് മാത്രമേ എന്ത് ചെയ്യും എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒറ്റ ടൈമിൽ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് ഓരോന്ന് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ റിക്വസ്റ്റ് ആണ് വരുന്നത്. നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കി, അതിൽ ബ്ലോക്കിംഗ് ഉണ്ട്, നോൺ ബ്ലോക്കിംഗ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1000 റിക്വസ്റ്റ് ആണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരു 2 റിക്വസ്റ്റ്, ഓക്കെ, ഒരു 2 റിക്വസ്റ്റ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഒരു സിംഗ്രണസ് ഫംഗ്ഷനും മറ്റൊന്ന് അസിംഗ്രണസ് ഫംഗ്ഷൻ. ഓക്കെ, അസിംഗ്രണസ് ഫംഗ്ഷൻ എന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഡാറ്റാബേസിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഫെച്ച് ചെയ്ത് കൊണ്ടുവരണം. കുറച്ച് ഡിലേ ഉള്ള എന്താണ് ഫംഗ്ഷനാണ് ഈ പറഞ്ഞ അസിംഗ്രണസ് ഫംഗ്ഷൻ. അപ്പോൾ സിംഗ്രണസിന് ഇതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അസിംഗ്രണസ് ഫംഗ്ഷനോ, ഈ അസിംഗ്രണസ് ഫംഗ്ഷൻ എന്നുള്ളത് ഈ പറഞ്ഞ സിംഗ്രണസ് ഫംഗ്ഷനെ എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റക്ക് ചെയ്ത് നിർത്താനും പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കൺസെപ്റ്റിലാണ് ഇവൻറ്റ് ലൂപ്പ് വരുന്നത്. ഇവൻറ്റ് ലൂപ്പാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ഇവൻറ്റ് ലൂപ്പ് എന്ത് ചെയ്യും, നേരെ പോവും, ഇത് അസിംഗ്രണസ് ഫംഗ്ഷൻ ആണോ നോക്കും. അപ്പോൾ അവിടെ ത്രെഡ് ബ്ലോക്ക് ആവാൻ പാടില്ല, ആകെ ഒറ്റ ത്രെഡേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, വീട്ടിലടുത്ത് ഒരു ഡോറുണ്ട്, ഒരു വീട്ടിൽ ഒരു ഡോറുണ്ട്, ഓക്കെ, ഒരു ഡോർ ഉണ്ടാകുന്ന ടൈമിൽ ഇപ്പോൾ ഓരോരുത്തരായിട്ട് നിങ്ങൾ കിടക്കണം. ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ റേഷൻ പീടികയിലൊക്കെ നിൽക്കുന്ന ഒരു ക്യൂ ഇല്ല, അതിനെ ചിന്തിച്ച് നോക്കുക. ആ ക്യൂവിൽ നിൽക്കുന്ന ടൈമിൽ ഒരാളിങ്ങനെ പോയി, നിങ്ങളെ മുമ്പിൽ ഒരാളുണ്ട്, നിങ്ങളെ ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ മുന്നിലുള്ള ആൾ പോയി നോക്കുമ്പോൾ ആളുടെ ഡോക്യുമെൻറ്റ്സിലൊക്കെ എന്തൊക്കെ ഇഷ്യൂസ്, റേഷൻ കാർഡിലൊക്കെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അവിടെ ആളെ നിർത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇഷ്യൂസ് വരുമ്പോൾ അവിടെ ഒറ്റ എംപ്ലോയി ആണ് ഉള്ളതെങ്കിൽ ആൾ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഇത് സോൾവ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും. അല്ലാതെ കേസ് ഇപ്പോൾ നമ്മൾ നോർമലി ഇപ്പം നടക്കുന്നത്, റേഷൻ കാർഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത കൗണ്ടറിൽ പോകും, ഇല്ലാന്നെങ്കിൽ അടുത്ത ഇതിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ മറ്റേ നിങ്ങൾ എന്ത് ചെയ്യും, അക്ഷയ പോയിട്ട് കാണിക്കൂ, ഇവിടെ അത് ശരിയാക്കൂല പറഞ്ഞിട്ട് ആളെന്ത് ചെയ്യും, പറഞ്ഞു വിടും. ഇവിടെ അടുത്ത ആളെ ബ്ലോക്ക് ആക്കൂല. അതായത് നിങ്ങൾ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അടുത്ത ആളെ എന്ത് ചെയ്യും, നിർത്തും. ഓക്കെ, ഇവിടെ ബ്ലോക്ക് ചെയ്യാതെയാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മളിവിടെ ഇവൻറ്റ് ലൂപ്പ്, അതായത് സിംഗിൾ ത്രെഡിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും ഇവൻറ്റ് ലൂപ്പ് എന്ത് ചെയ്യും, നോക്കും ഇത് ബ്ലോക്കിംഗ് ആണോ അല്ല നോൺ ബ്ലോക്കിംഗ് ആണോ, അത് അസിംഗ്രണസ് ആണോ നോക്കും. ഇത് ബ്ലോക്കിംഗ് ആണ്, അതായത് ഈ കുറേ ഡിലേ എടുക്കുന്ന ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നേരെ എടുത്ത് എന്ത് ചെയ്യും, കോൾ ബാക്ക് ആണെങ്കിൽ നമ്മൾ കോൾ സ്റ്റാക്ക് ക്യൂവിൽ എന്ത് ചെയ്യും, പോയിടും. കോൾ ബാക്ക് ക്യൂവിൽ പോയിടും. അതെല്ലാം പ്രോമിസ് ആണെങ്കിൽ മൈക്രോ ടാസ്ക് ക്യൂവിലിടും. മൈക്രോ ടാസ്ക് മൈൻഡ് ചെയ്യേണ്ടത് നെക്സ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മൈക്രോ ടാസ്ക് ക്യൂവിലിടും. ഇപ്പോൾ ഇവൻറ്റ് ലൂപ്പ് എന്ത് ചെയ്യും, സിംഗ്രണസ് ആയ ഫംഗ്ഷനെയോടുകൂടി എടുത്തതിന് ശേഷം എന്ത് ചെയ്യും, നേരെ സിംഗിൾ ത്രെഡ് ആ ഒറ്റ ത്രെഡിൽ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ മൾട്ടി ത്രെഡ് ആണെങ്കിലോ, മൾട്ടി ത്രെഡിലും ഈ പറഞ്ഞ ബ്ലോക്കിംഗ് വന്നാലും നോൺ ബ്ലോക്കിംഗ് വന്നാലും എന്ത് ചെയ്യാം, പറഞ്ഞു വിടാം. പക്ഷെ ഇവിടെയും കുറച്ച് ഇഷ്യൂസ് ഉണ്ട് മൾട്ടി ത്രെഡിലോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, മൾട്ടി ത്രെഡ് ആണല്ലോ ഒന്നും കൂടി ഓക്കെ, സിംഗിൾ ത്രെഡിനേക്കാളും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. രണ്ടിൻ്റെതായ പേർപ്പസ് ഉണ്ട്, രണ്ടിൻ്റെതായ ഒരു ഡ്രോബാക്സും ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന വീഡിയോസിലൊക്കെ പറഞ്ഞുതരാം. കാരണം ഈ നോഡ് ജേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, മസ്റ്റായിട്ടും ഒരു പ്ലേലിസ്റ്റായി തുടങ്ങുന്നുണ്ട്. ഒരു പ്രൊജക്റ്റൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിലൊരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലും നിങ്ങൾക്ക് റെസ്യൂമിലൊക്കെ ആഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു മാസ്റ്റർ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ എന്ത് ചെയ്യുക, ആൾക്കാരിലേക്ക് നമ്മൾ എത്തിക്കുക. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു ബിഗ് പ്രൊജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, തിങ്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എത്തിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ഇതുപോലുള്ള കൺസെപ്റ്റൊക്കെ കിട്ടാൻ വേണ്ടി താല്പര്യപ്പെടുന്ന, ഇല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഫ്രഷറായിട്ട് ജോബിന് അപ്ലൈ ചെയ്തിട്ട് കയറിയ ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ അയച്ചു കൊടുത്താൽ ഉപകാരപ്പെടും, മസ്റ്റായിട്ട് ഉപകാരപ്പെടുന്ന ക്ലാസ്സസ് ആണ്. ഓക്കെ, ഇനി വരാൻ പോകുന്നത് അത്ര നമ്മൾ മൾട്ടിപ്പിൾ ഡൊമൈനിലും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പ്ലേലിസ്റ്റ് ഇറക്കുന്നുണ്ട്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നോർമലി നമുക്കൊരു സിംഗിൾ ത്രെഡ് ഇവൻറ്റ് ലൂപ്പ് എന്നുള്ളത് ഈ പറഞ്ഞതൊക്കെ ഹാൻഡിൽ ചെയ്യും. എന്തിനാണ് ഈ കോൾ ബാക്ക് ക്യൂ, മൈക്രോ ടാസ്ക് ക്യൂ, പിന്നെ അതുപോലെ കോൾ സ്റ്റാക്ക്, ഇതൊക്കെ എന്തിനാണ് ശരിക്കും, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. എവിടെയും ഒരു പെർഫോമൻസ് ഇഷ്യൂസ് വരാൻ പാടില്ല. ജാവാസ്ക്രിപ്റ്റിനനുസരിച്ച് ഇപ്പോൾ മോസ്റ്റ് പോപ്പുലർ ലാംഗ്വേജ് നിങ്ങൾ സെർച്ച് ചെയ്താൽ തന്നെ ജാവാസ്ക്രിപ്റ്റ് ആ ലിസ്റ്റിൽ എന്തായാലും മസ്റ്റായിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഉപയോഗിക്കുന്നതും എല്ലാതുമായ ജാവാസ്ക്രിപ്റ്റ്. കാരണം ജാവാസ്ക്രിപ്റ്റ് അത്രയും പെർഫോമൻസ് ഉണ്ട്, പിന്നെ അത്രയും കാര്യങ്ങൾ ബിൽഡ് ചെയ്യാം. ഒരു ജാവാസ്ക്രിപ്റ്റ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോലെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ, വെബ് ആപ്ലിക്കേഷൻ, എല്ലാ ആപ്ലിക്കേഷൻ AML അടക്കം ഇപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. അതുകൊണ്ടാണ് മോസ്റ്റ് പോപ്പുലർ ലാംഗ്വേജിൽ ഒരു ലിസ്റ്റ് എടുത്ത ഒരു ജാവാസ്ക്രിപ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, അത് പ്രോപ്പറായി പഠിച്ചാൽ പ്രോപ്പറായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് പ്രോപ്പറായി പഠിച്ചില്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്താ വെച്ചാൽ
ഇപ്പോൾ ഈ പറഞ്ഞ ഇവന്റ് ലൂപ്പ് എന്ത് ചെയ്യും ഹാൻഡിൽ ഇപ്പോൾ അസിംഗ്രണസ് ഫംഗ്ഷൻ ഒരു കോൾ ബാക്ക് ആണ് സെറ്റ് ടൈം ഔട്ട് ആണ് എടുത്തതെങ്കിൽ അത് എന്ത് ചെയ്യും എടുക്കും എടുത്തതിന് ശേഷം നേരെ എന്ത് ചെയ്യും ഈ പറഞ്ഞ കോൾ ബാക്ക് ക്യൂലാണ് ഇടുക കോൾ ബാക്ക് ക്യൂ എന്ന് എന്ത് ചെയ്യും ഇതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് അതൊക്കെ അത് അവിടെ നിൽക്കട്ടെ ഇവന്റ് ലൂപ്പ് എന്താ ചെയ്യുന്നത് മാത്രം പറയാം അതിൻ്റെ ഇവന്റ് ക്യൂലിടും പിന്നെ വന്ന് നേരെ സ്റ്റാക്ക് ചെക്ക് ചെയ്യും സ്റ്റാക്കിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കും സ്റ്റാക്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ സിംഗ്രണസ് ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞില്ലേ അതെന്ത് ചെയ്യും നേരെ എന്ത് ചെയ്യും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നേരെ ഒന്ന് നമ്മുടെ ഈ കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ത് ചെയ്യും നേരെ കോൾ ബാക്ക് ക്യൂലിടും വീണ്ടും വന്ന് സ്റ്റാക്ക് ചെക്ക് ചെയ്യും സ്റ്റാക്കിൽ എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാനുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും ഒന്നും ഇല്ലെങ്കിൽ നേരെ പോകുന്ന കോൾ ബാക്ക് ക്യൂലായിരിക്കും കോൾ ബാക്ക് ക്യൂ എന്നാണ് എടുത്തിട്ട് സ്റ്റാക്കിലേക്ക് ഇടുക ഓക്കെ സ്റ്റാക്കിൽ നിന്ന് നേരെ എക്സിക്യൂട്ട് ചെയ്യും പിന്നെ എന്ത് ചെയ്യും ഈ പറഞ്ഞ ഇവന്റ് ലൂപ്പ് വന്ന് ആദ്യം സ്റ്റാക്ക് ചെക്ക് ചെയ്യും പിന്നെ കോൾ ബാക്ക് ക്യൂ ചെക്ക് ചെയ്യും അവിടെ ഒന്നും ഇല്ലെങ്കിൽ നേരെ എന്ത് ചെയ്യും ഒന്ന് റെസ്റ്റ് എടുക്കും ഓക്കെ ഇതാണ് എൻലെസ് ലൂപ്പ് വർക്ക് ആയിക്കൊണ്ടേയിരിക്കും നമ്മളെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മളെ പ്രോഗ്രാമിംഗ് നമ്മളെ കോഡ് എത്രത്തോളം എക്സിക്യൂട്ട് ചെയ്യും അപ്പോൾ ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഇവന്റ് ലൂപ്പാണ് മെയിൻ കാരണം ഒരു കൺസെപ്റ്റ് അതില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി ഇവന്റ് ലൂപ്പ് കാര്യങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല അവിടെ ഹാൻഡിലർ തന്നെ ശരിക്കും ഒരു ഇവന്റ് ലൂപ്പാണ് ഓക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നോട്ട് ചെയ്ത് വെക്കുക എഴുതി വെക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് പ്രോപ്പറായി അത് എക്സ്പ്ലെയിൻ ചെയ്തൊരു കോഡ് അടക്കും കോഡ് വെച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ടാബിൽ നിങ്ങൾക്ക് വരച്ച് കാണിച്ചാൽ ഇത് എങ്ങനെ വർക്ക് ആവുന്നത് എന്നുള്ള കാര്യം കാരണം ഈ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര ലെങ്തായി പോകും അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യാം ഞാൻ പ്രോപ്പറായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം കീപ്പ് വാച്ചിങ്